നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണന് കോൺഗ്രസ് പിന്തുണ നൽകുമെന്നും മാർട്ടിൻ. തലശ്ശേരി കോടതി സമുച്ചയത്തിന് ബോംബ് ഭീഷണി. സന്ദേശമെത്തിയത് ഇമെയിൽ വഴി. സൗത്ത് ഇന്ത്യയിലെ ഓസ്ട്രേലിയൻ കോൺസൽ ജനറൽ സിലായ് സാക്കി സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീറുമായി തലശ്ശേരിയിൽ കൂടിക്കാഴ്ച നടത്തി. സന്ദർശനം വയനാട് ടൗൺഷിപ്പ് സന്ദർശിച്ചിട്ടുള്ള യാത്രയിൽ. പാട്യം ഓട്ടച്ചിമാക്കൂൽ പഴശ്ശി കനാൽ സ്ഥലത്ത് മാലിന്യം തള്ളിയവർക്കെതിരെ കർശന നടപടിയുമായി പാട്യം പഞ്ചായത്തും ആരോഗ്യ വിഭാഗവും വൻ തുക പിഴ ചുമത്തി. വാർത്തകൾ വിശദമായി. കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണന് കോൺഗ്രസ് പിന്തുണ നൽകും. രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുസരിച്ച് ഇക്കാര്യം തീരുമാനിക്കും. യൂത്ത് കോൺഗ്രസിനെ പറയാനുള്ള അവകാശമുണ്ടെന്നും KPCC തീരുമാനിക്കുമെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. ഞാൻ ഈ നേരത്തെ പത്രസമ്മേളനത്തിലും നമ്മൾ പറഞ്ഞല്ലേ, പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അതെല്ലാം KICC എന്ന് പറയുന്ന കോൺഗ്രസിന് ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഒരു അധികാരമുള്ളത് AICC ആണ്. ആ AICC അത് കൃത്യമായി അത് തീരുമാനിക്കും. AICCയിൽ അതിന് സ്ക്രീനിങ് കമ്മിറ്റിയുണ്ട്, സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റിയുണ്ട്, അങ്ങനെ പല കമ്മിറ്റികളും അതിനകത്തുണ്ട്. അത്തരം കമ്മിറ്റികൾ ആ കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ടും തീരുമാനിക്കും. അല്ല അത് ആരാണ് അത് മനോജ് ചോദിച്ചപ്പോ അത് ആരാണ് കണ്ണൂരിൽ അല്ലെങ്കിൽ കേരളത്തിലെ 140 UDF മത്സരിക്കുന്ന സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ ഘടകകക്ഷികളുമായിട്ട് ചർച്ചയിൽ തീരുമാനിച്ചു. അത് കഴിഞ്ഞിട്ട് കോൺഗ്രസിന് കിട്ടുന്ന സ്ഥാനാർത്ഥികളെ ഹൈക്കമാൻഡ് തീരുമാനിക്കും. അതിനകത്ത് അപ്പുറത്തേക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഒരു കാര്യം അതിനകത്ത് പറയാനില്ല. തലശ്ശേരി കോടതി സമുച്ചയത്തിന് ബോംബ് ഭീഷണി. ഇമെയിൽ വഴിയാണ് സന്ദേശമെത്തിയത്. ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പോലീസും ചേർന്ന് പരിശോധന നടത്തി. വിവരം ലഭിച്ച ഉടൻ കണ്ണൂരിൽ നിന്നെത്തിയ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പോലീസ് ഉദ്യോഗസ്ഥരും കോടതിയിലെത്തി പരിശോധന നടത്തി. കോംപ്ലക്സിലെ അകവും പുറവും പരിസരങ്ങളും അരിച്ചുപെറുക്കി തിരഞ്ഞെങ്കിലും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായില്ല. സീനിയർ CPO നികീഷിന്റെ നിയന്ത്രണത്തിലെത്തിയ പോലീസ് നായ ലൗലിയാണ് സ്ഫോടക വസ്തുക്കൾ തിരഞ്ഞത്. SI ബിനീഷ്, മറ്റ് ഉദ്യോഗസ്ഥരായ സജീഷ്, ജിജിൻ രാജ്, ശരത് എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. കോടതിക്ക് നേരത്തെയും ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു. സൗത്ത് ഇന്ത്യയിലെ ഓസ്ട്രേലിയൻ കോൺസൽ ജനറൽ സിലായ് സാക്കി സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീറുമായി തലശ്ശേരിയിൽ കൂടിക്കാഴ്ച നടത്തി. വയനാട് ടൗൺഷിപ്പ് സന്ദർശിച്ചുള്ള യാത്രയിലാണ് സ്പീക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത്. പുതുതായി ചുമതലയേറ്റ ഓസ്ട്രേലിയൻ കോൺസൽ ജനറൽ സിലായ് സാക്കിയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തിന്റെ കേരള സന്ദർശനത്തിന്റെ ഭാഗമായി നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീറുമായി കൂടിക്കാഴ്ച നടത്തി. തലശ്ശേരിയിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ വിദ്യാഭ്യാസ, വ്യവസായ മേഖലകളിൽ കേരളവുമായി കൂടുതൽ സഹകരിക്കാൻ ഓസ്ട്രേലിയ തയ്യാറാണെന്ന് സിലായ് സാക്കി സ്പീക്കറെ അറിയിച്ചു. പ്രധാനമായും ആരോഗ്യമേഖലയിലെ തൊഴിൽ സാധ്യതകൾ ചർച്ചാ വിഷയമായി. തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിന് കീഴിലുള്ള നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾക്ക് പഠനശേഷം ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്നതിനുള്ള അവസരങ്ങളൊരുക്കുമെന്ന് കോൺസൽ ജനറൽ ഉറപ്പു നൽകിയതായി സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ പറഞ്ഞു. ഓസ്ട്രേലിയൻ കൗൺസിൽ ജനറൽ സിലായ് സാക്കി ഇന്ത്യയിൽ സന്ദർശിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇവർ കേരളവും സന്ദർശിക്കുന്നുണ്ട്. കേരളവുമായി അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷൻ ഓസ്ട്രേലിയയുടെ വിവിധ ഫണ്ടിങ് വർക്ക് ഇവിടെ നടക്കുന്നുണ്ട്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ അവർ ഫണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫണ്ടൊക്കെ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ പരിശോധിക്കാനാണ് സിലായ് സാക്കി ഇവിടെ വന്നത്. അവർ വയനാട് സന്ദർശിച്ചു. ഒപ്പം വയനാട്ടിലെ ലാൻഡ്സ്ലൈഡ് ഏരിയ വിസിറ്റ് ചെയ്തു. അവിടുത്തെ ടൗൺഷിപ്പ് പ്രോജക്റ്റുകൾക്ക് അവർ കണ്ടു. ടൗൺഷിപ്പ് പ്രോജക്റ്റുകൾ കണ്ടവർ വളരെ അത്ഭുതത്തോടു കൂടിയാണ് എന്നോട് സംസാരിച്ചത്. ഇത്രയും പെട്ടെന്ന് ഇങ്ങനെയും ഒരു റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റ് സർക്കാരിന് സാധിച്ചില്ല. അദ്ദേഹം സർക്കാരിനുള്ള നന്ദി എന്നെ അറിയിച്ചു. ഒപ്പം ഇനി ഏതൊക്കെ സെക്ടറിനകത്താണ് സഹകരിക്കാൻ സാധിക്കുക, ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്, എഡ്യൂക്കേഷൻ, ഏതൊക്കെ സെക്ടറിനകത്ത് സഹകരിക്കാൻ സാധിക്കുമോ അതിലൊക്കെ സഹകരിക്കാൻ തയ്യാറാണെന്നും അവർ സൂചിപ്പിച്ചു. അപ്പോൾ ആഫ്റ്റർ ഇലക്ഷൻ പുതിയൊരു സർക്കാർ വന്നാൽ അവർ വീണ്ടും വരും. തുടർന്ന് ഏതൊക്കെ സെക്ടറിനകത്ത് സഹകരിക്കാൻ സാധിക്കുമോ അതിനെല്ലാമുള്ള സഹായമാണ് അഭ്യർത്ഥിച്ചത്. ഒപ്പം തലശ്ശേരിയിലെ മലബാർ ക്യാൻസർ സെൻ്ററും ഗുണ്ടഡ് മ്യൂസിയം അവർ സന്ദർശിക്കും.
തലശ്ശേരി മലബാർ ക്യാൻസർ സെൻ്ററിലെ ഇൻസർ എന്ന നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അവിടുത്തെ നഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെ പഠനത്തിന് ശേഷം ഏതെങ്കിലും തരത്തിൽ അവരെ ഓസ്ട്രേലിയയിലേക്ക് ജോലിക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ അതിൻ്റെ കാര്യവും MCC ഡയറക്ടർ ഡോക്ടർ സതീശൻ സുബ്രഹ്മണ്യൻ സംസാരിക്കും എന്ന് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ നഴ്സിംഗ് ഉദ്യോഗാർത്ഥികളുടെ മികവ് പരിഗണിച്ച് അവരെ ഓസ്ട്രേലിയയിൽ തൊഴിൽ വിപണിയിലേക്ക് ആകർഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും സിലായ് സാക്കി വ്യക്തമാക്കി. My name is Silai Zaki, Australia's Consul General to South India, which includes Kerala as part of my remit. This was my first visit to these parts of Kerala, particularly Wayanad, Calicut and Kannur. It was very pleasing for me to visit Wayanad and see the work that's been going on since those devastating landslides in 2024. The Australian government has funded a direct aid project which was looking at soil rehabilitation and how we can prevent erosion and further landslides into the future with the Kerala Agricultural University. It was great to also see the rehabilitation works that have gone on, including the houses that have been built by the government of Kerala. We know there's an election coming up in Kerala and we look forward to working closely with the government post-election so that we can build deeper ties between Australia and the state of Kerala. കേരളവും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും പുതിയ നിക്ഷേപ സാധ്യതകൾ കണ്ടെത്തുന്നതിനും ഈ കൂടിക്കാഴ്ച വഴിയൊരുക്കിയെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ പറഞ്ഞു. സീനിയർ അഡ്വൈസർ ജാനകി ശ്രീറാം, സ്പീക്കറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി SK അർജുൻ എന്നിവരും കൂടിക്കാഴ്ചയിൽ സംബന്ധിച്ചു. പാട്യം ഓട്ടച്ചിമാക്കൂൽ പഴശ്ശി കനാൽ സ്ഥലത്ത് മാലിന്യം തള്ളിയവർക്കെതിരെ കർശന നടപടിയുമായി പാട്യം പഞ്ചായത്തും ആരോഗ്യ വിഭാഗവും. മാലിന്യ നിർമ്മാർജ്ജനവുമായി പഞ്ചായത്ത് ശക്തമായ നടപടി സ്വീകരിക്കുന്നതിനിടയിലുള്ള മാലിന്യ നിക്ഷേപത്തെ അതീവ ഗൗരവത്തോടെയാണ് അധികൃതർ കണ്ടത്. കൂത്തുപറമ്പ് കണ്ണൂർ റോഡിൽ പ്രവർത്തിക്കുന്ന റംസാൻ സൂക്കിലെ സ്റ്റാൾ മാലിന്യങ്ങൾ, ഇറച്ചി മാലിന്യങ്ങൾ എന്നിവയാണ് ഇവിടെ തള്ളിയത്. ഇത് നാട്ടുകാർ പിടികൂടി പാട്യം പഞ്ചായത്ത് അധികാരികളെ ഏൽപ്പിച്ചു. പഞ്ചായത്ത് അധികാരികൾ സ്ഥലത്ത് എത്തുകയും തള്ളിയവരെ കൊണ്ട് തന്നെ മാലിന്യങ്ങൾ നീക്കം ചെയ്യിപ്പിക്കുകയും ഫൈൻ അടക്കമുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഉറപ്പ് തന്നതാണ്, അതിനാണ് നമ്മൾ 200 വാങ്ങുന്നത്, അവർ മേടിക്കുന്നത്. പക്ഷെ അവരങ്ങനെയല്ല ചെയ്തത്, അവരാണ് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിപ്പോ അവർ പറഞ്ഞ അതിന് ഉത്തരം നിങ്ങളുടെ വേസ്റ്റ് ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റേതായ ഉത്തരവാദിത്തമുണ്ട്. മുനിസിപ്പാലിറ്റിക്ക് എന്ത് സാധനം കൊടുക്കാൻ നമ്മുടെ ഷോപ്പിൽ നമ്മൾ പ്രോപ്പറാണ്. 100 രൂപയല്ലേ വേണ്ട ഷോപ്പിൽ നമ്മൾ പ്രോപ്പറാണ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഗുരുതരമായ പ്രശ്നമായതുകൊണ്ട് ഒരുപാട് സ്റ്റാളുകളുടെ മാലിന്യമായതുകൊണ്ടും എത്ര പേർ ഇതിൽ ഭാഗമായിട്ടുണ്ട് എന്ന് പരിശോധന നടത്തി മുഴുവൻ ആളുകൾക്കും ഫൈൻ അടക്കമുള്ള ശിക്ഷാ നടപടി സ്വീകരിക്കുമെന്നും അധികാരികൾ അറിയിച്ചു. ജനവാസ കേന്ദ്രങ്ങളിൽ കൂടുതൽ മദ്യഷോപ്പുകളും പെട്രോൾ പമ്പുകളും തുറക്കാനുള്ള അധികൃതരുടെ തെറ്റായ നിലപാടിൽ പ്രതിഷേധിച്ച് മീത്തലെ കോടിയേരി പള്ളൂർ കോയോട്ടുതെരു റെസിഡൻസി അസോസിയേഷൻ പ്രവർത്തകർ പ്രത്യക്ഷ സമരത്തിനിറങ്ങുന്നു. മദ്യപരെ കൊണ്ട് ജനജീവിതം ദുസ്സഹമായ സാഹചര്യത്തിൽ കൂടിയാണ് സമരം ആരംഭിക്കുന്നതെന്ന് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രദേശത്തേക്കാണ് പള്ളൂർ വിഭാഗത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള കോയോട്ടുതെരു പ്രദേശത്താണ് അവസാനിക്കുന്നത്. അവിടെ ദിനംപ്രതി ബാറുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ കോയോട്ടുതെരു ഭാഗത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള മീത്തലെ കോടിയേരി എന്ന പ്രദേശം, തലശ്ശേരി നഗരസഭയുടെ കീഴിലുള്ള മീത്തലെ കോടിയേരി എന്ന പ്രദേശത്ത് ബാറ് തൊട്ടടുത്ത പ്രദേശമായിട്ടുള്ള കോയോട്ട് തെരുവിൽ ബാറ് പുതിയതായി തുറക്കാൻ വേണ്ടി പോവാന്ന്. അപ്പോൾ അത് കാരണം അവിടെയുള്ള കുറേ സ്കൂളുകൾ, 4ഓളം സ്കൂളുകൾ അതിൻ്റെ പരിസരത്തായിട്ട് 2 കിലോമീറ്റർ ചുറ്റളവിലായിട്ട് 4ഓളം സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയുള്ള കുട്ടികളെല്ലാം ബസ് സ്റ്റോപ്പ് ആയത് കാരണം ബസ് കയറാൻ വേണ്ടി പോകുന്നത് ഈ ഒരു പ്രദേശത്ത് കൂടിയാണ്. അവിടെ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ, രാത്രി വരെ ഓരോ ആൾക്കാർ ഇതുപോലെ കുടിച്ചിട്ട് വീണ് കിടക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് വഴി പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. പള്ളൂർ വഴി ദേശീയപാത ബൈപ്പാസ് വന്നതോടെ മദ്യശാലകളുടെ പറുദീസ എന്നറിയപ്പെട്ട മാഹി പ്രദേശം ഉറങ്ങിയ നിലയിലാണുള്ളത്. മാഹിയിലെ വൻകിട മദ്യക്കടകൾ മിക്കതും പള്ളൂരിലെ കൊയ്യോട്ടുതെരു ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിച്ചു കഴിഞ്ഞു. മദ്യപശല്യത്താൽ കൊയ്യോട്ടുതെരു മീത്തലെ കോടിയേരി പ്രദേശങ്ങളുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. സ്ത്രീകൾക്ക് വീടിന് പുറത്തിറങ്ങാനാകുന്നില്ല. സ്കൂളിലേക്ക് പോകേണ്ടുന്ന കുട്ടികളും പ്രയാസപ്പെടുകയാണ്.
പ്രസ്തുത സാഹചര്യം നിലനിൽക്കുന്നതിനിടെ ഇവിടെ 100 മീറ്റർ ചുറ്റളവിൽ 6 ബാറുകൾ കൂടി എത്തുന്നതായി വിവരമുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ബൈപ്പാസിന്റെ ഇതിലേക്ക് എന്ന് പറഞ്ഞാൽ മാഹി ഇന്ന് ഉറങ്ങിക്കിടക്കുന്ന സ്ഥിതിയാണ്. അത് ഒക്കെ ഉണർവ് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് നേരെ പള്ളൂരേക്ക് ഇത് വന്നിട്ടുള്ളത്. പള്ളൂരിൽ എന്ന് പറഞ്ഞാൽ 23 പെട്രോൾ പമ്പുകളാണ് തൊട്ടടുത്താണ്. നിങ്ങൾക്ക് തന്നെ കാണാം, ഒരു തെങ്ങ് നമ്മൾ നടുന്നതെന്ന് പറഞ്ഞാൽ ഓല തൊടാൻ പാടില്ല എന്നാണ്. എന്നാൽ അതേ സ്ഥാനത്ത് ഈ പെട്രോൾ പമ്പുകൾ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് എന്ന് പറഞ്ഞാൽ അനവധിയായിട്ട് ഇതാക്കി വന്നിരിക്കുകയാണ്. ഒന്ന് പിന്നെ ആ ടാങ്ക് ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ ആ തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ കിണറിലൊക്കെ ബാധിക്കും. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഒരു തീപിടുത്തോ കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ ശരിക്കും പള്ളൂർ ഉണ്ടാവുകയില്ല. പള്ളൂർ എന്ന് മാത്രമല്ല കോടിയേരി പ്രദേശം തന്നെ ഉണ്ടാവുകയില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഒരു മാനദണ്ഡവും ഇല്ലാതാണ് ഈ ഇങ്ങനെയുള്ള 23 പമ്പിനും ഇത് അനുമതി കൊടുക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം അവിടെ ഗവർണർ വന്നിട്ട് പ്രഖ്യാപനം നടത്തിയിട്ട് പോയിരുന്നു. 23 പമ്പുകളും ആ പമ്പുകളും ഒരുപാട് പേർക്ക് ജോലി വാഗ്ദാനം. ഈ ജോലി വാഗ്ദാനം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഭീകരാന്തരീക്ഷം ഉണ്ടാക്കിയ ജോലി വാഗ്ദാനം കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അതിനു പുറമെയാണ് 100 മീറ്ററിൻ്റെ ഉള്ളിൽ ഇനിയും 6 ബ്രാൻഡ് ഷോപ്പുകൾ വരാൻ പോകുന്നത്. മൊത്തം അവിടെ നേരത്തെ അവിടെ ഒരു ബാറും ഉണ്ട്, ഒരു ഷോപ്പും ഉണ്ട്, മദ്യഷോപ്പ്. അതിന് പുറമെയാണ് ഇനിയും ആളുകൾ പിന്നെ മയ്യഴിയിൽ ഉറങ്ങിക്കിടക്കുന്നത് കൊണ്ട് നേരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നിട്ട് എല്ലാ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത്. കാരണം നമുക്കൊക്കെ പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മളെ കൗൺസിലർ പറഞ്ഞ സാഹചര്യത്തിൽ തന്നെ ബസ് സ്റ്റോപ്പിന്റെ പരിസരത്തിൽ എത്രയോ ആൾക്കാർ വന്ന് വീണ് കിടക്കുന്ന ഒരു സംഭവം തന്നെയാണ്. കോഴിയോട് തെരുവിൽ 1 കിലോമീറ്ററിനുള്ളിൽ ഇപ്പോൾ തന്നെ 23ഓളം പെട്രോൾ പമ്പുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇവയിലെ ഏതെങ്കിലും ടാങ്കിൽ നിന്ന് ഇന്ധന ചോർച്ചയുണ്ടായാൽ പ്രദേശത്തെ മുഴുവൻ കിണറുകളിലെയും കുടിവെള്ളം മലിനമാകും. മാത്രമല്ല, ഒരു തീപ്പൊരി ചിതറിയാൽ പ്രദേശം മുഴുവൻ ചാമ്പലാകുമെന്ന ആശങ്കയാണ് നാടിനുള്ളത്. ഇവിടെ വിലക്കുറവിൽ ലഭിക്കുന്ന ഡീസലും പെട്രോളും നിറയ്ക്കാൻ രാപ്പകൽ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് അനുഭവപ്പെടുന്നത്. ഒട്ടും വീതിയില്ലാത്ത കോഴിയോട് തെരുവിലെ റോഡുകളിലൂടെ കടന്നുപോകാൻ വാഹനങ്ങൾ പാടുപെടുമ്പോൾ നാട്ടുകാർക്ക് ഗതാഗതക്കുരുക്ക് നേരിടേണ്ടി വരുന്നു. മാനദണ്ഡങ്ങൾ പാലിക്കാതെ ബാറുകളും പെട്രോൾ പമ്പുകളും അനുവദിക്കുന്നതിനെതിരെ പ്രത്യക്ഷ സമരം നടത്താൻ തീരുമാനിച്ചതായി റെസിഡൻസി അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒരു പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതം തകർക്കുന്നതിൽ നിന്നും അധികാരികൾ പിന്മാറിയില്ലെങ്കിൽ ശക്തമായ പ്രതിരോധം ഉയർത്തുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. വാർഡ് കൗൺസിലർ MM ഷീബ, മഹ്റൂഫ് കണ്ടോത്ത്, KK പ്രവീൺ, AV അബ്ദുറഹ്മാൻ, മുഹമ്മദ് മുരിക്കോളി, കബീർ ഖാൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. തലശ്ശേരിയിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ധർണാ സമരം നടത്തി. നിരവധി തൊഴിലാളികൾ സമരത്തിൽ പങ്കാളികളായി. തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ 1ാം പ്ലാറ്റ്ഫോമിൻ്റെ കവാടത്തിന് ഇടതുഭാഗത്ത് ഓട്ടോറിക്ഷകൾക്ക് പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തുക, മൂത്രപ്പുര നിർമ്മിക്കുക, സ്റ്റേഷനിലേക്കുള്ള റോഡുകൾ ഗതാഗതയോഗ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ ധർണാ സമരം നടത്തിയത്. CITU കണ്ണൂർ ജില്ലാ സെക്രട്ടറി TP ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഇറക്കിയാൽ ഇവിടുന്ന് കയറ്റിപ്പോകുന്നത് പരിഹരിക്കാതെ കണ്ണൂരേക്ക് മാറ്റി. പക്ഷെ എല്ലാ രാഷ്ട്രീയക്കാരും സംഘടനകളും ഒത്തൊരുമിച്ച് ശ്രമിച്ചപ്പോൾ അത് പുനഃസ്ഥാപിക്കപ്പെട്ടു. നല്ല ഒരു ബോർഡ് ഇവിടെയുണ്ട്. തലശ്ശേരിയിലെ കേരള നിയമസഭാ സ്പീക്കർ സംശയവും INDC സംസ്ഥാന സെക്രട്ടറി P ജനാർദ്ദനൻ അധ്യക്ഷനായി. BMS മേഖലാ സെക്രട്ടറി M പ്രസന്നൻ, CITU ഏരിയ സെക്രട്ടറി PP ഗംഗാധരൻ, STU ജില്ലാ സെക്രട്ടറി V ജലീൽ, INDC ജനറൽ സെക്രട്ടറി NK രാജീവ്, STU മണ്ഡലം സെക്രട്ടറി KP മഹ്റൂഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. 1948 മാർച്ച് 10 സ്ഥാപിച്ച മുസ്ലിം ലീഗ് സമുദായത്തിന് അസ്തിത്വമുണ്ടാക്കാൻ ഏറെ പരിശ്രമിച്ചു. അതിന്റെ ഫലമാണ് ഇന്ന് കാണുന്ന വിദ്യാഭ്യാസ സാമൂഹിക രംഗത്തെ പുരോഗതിയെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ട്രഷറർ P ഇസ്മായിൽ തലശ്ശേരി മുനിസിപ്പൽ മുസ്ലിം ലീഗ് സ്ഥാപക ദിനമായ മാർച്ച് 10 സംഘടിപ്പിച്ച ഇഫ്താർ സ്നേഹ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1948 മാർച്ച് 10 സ്ഥാപിച്ച മുസ്ലിം ലീഗ് സമുദായത്തിന് അസ്തിത്വമുണ്ടാക്കാൻ ഏറെ പരിശ്രമിച്ചു. അതിന്റെ ഫലമാണ് ഇന്ന് കാണുന്ന വിദ്യാഭ്യാസ സാമൂഹിക രംഗത്തെ പുരോഗതിയെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ട്രഷറർ ഇസ്മായിൽ P പറഞ്ഞു. പ്രാവാൻ കഴിയുമോ എന്ന് ചോദിച്ചെടുത്ത് രാജ്യത്തിന്റെ ഗതിവിഗതകൾ നിർണ്ണയിക്കുന്നവർക്ക്
ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നമുക്ക് ഓർമ്മയുണ്ട്. മുംബൈയിൽ അന്ന് നമ്മുടെ ഏറ്റുമുട്ടൽ നടന്ന സമയം, താജ് ഹോട്ടലിലും ഒബ്രോയ് ഹോട്ടലിലുമൊക്കെ തീവ്രവാദികൾ അഴിഞ്ഞാട്ടം നടത്തിയ സമയം, ഹേമന്ത് കർക്കറയെ പോലുള്ള ഇന്ത്യയുടെ ഏറ്റവും പ്രഗത്ഭനായ ഏറ്റുമുട്ടൽ വിദഗ്ധൻ കൊല ചെയ്യപ്പെട്ട സമയം, ആ ഘട്ടത്തിൽ ഐക്യരാഷ്ട്രസഭയിൽ അഹമ്മദ് സാഹിബ് നടത്തിയ പ്രസംഗം, അതോടൊപ്പം തന്നെ സ്വാമി വിവേകാനന്ദന് ശേഷം ഒരുപക്ഷെ ആഗോളതലത്തിലും മതസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഒരു പ്രതിനിധി ആരായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും അതിനുള്ള ഉത്തരം അഹമ്മദ് സാഹിബ് എന്നാണ്. അപ്പോൾ മുസ്ലിം ലീഗ് ഇവിടെ ഇങ്ങനെ തലശ്ശേരിയിലും അതോടൊപ്പം തന്നെ ചൊക്ലിയിലും ഈ കണ്ണൂരിലും രാഷ്ട്രീയം പറഞ്ഞു നിൽക്കുന്ന ഒരു സംഘടനയല്ല. നമ്മുടെ പാർട്ടിയുടെ വലിപ്പം അത് അല്പം ചെറുപ്പം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇന്ത്യൻ പാർലമെന്റിൽ 3 മെമ്പർമാർ, രാജ്യസഭയിൽ 2 മെമ്പർമാർ, അതിനും റെക്കോർഡുണ്ട്. നമ്മൾ ഒരേ പേരിലാണ് മുസ്ലിം ലീഗ് പിറവി കൊണ്ട് അന്ന് മുതൽ മുസ്ലിം ലീഗ് എന്നാണ് പേര്. അന്ന് മുതൽ നമ്മൾ കോണിച്ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. അന്നും നമ്മുടെ പേര് ഒന്നാണ്, ഇന്നും നമ്മുടെ പേര്. ഇന്ത്യയിൽ അങ്ങനെ ഒരേ പേരിൽ 78 വർഷം സഞ്ചരിച്ച ഏക രാഷ്ട്രീയ പ്രസ്ഥാനം അത് മുസ്ലിം ലീഗ് ആയിരിക്കും എന്നുള്ളതാണ് രാഷ്ട്രീയം പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും കണ്ടെത്താൻ കഴിയുന്നത്. കാരണം കോൺഗ്രസിന് പോലും ഇടക്കാലത്ത് പിളർപ്പുണ്ടായി. കോൺഗ്രസ് പല പേരിൽ അറിയപ്പെട്ടു. കോൺഗ്രസ് ഇന്ന് കാണുന്ന കൈപ്പത്തി ചിഹ്നത്തിലായിരുന്നില്ല നേരത്തെ മത്സരിച്ചിരുന്നത്. അവർ മത്സരിച്ച ചിഹ്നങ്ങൾ മാറേണ്ടി വന്നു. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ചിഹ്നങ്ങൾ മാറും, സ്വാഭാവികമാണ്. ചില ആളുകൾ ചിഹ്നം അങ്ങനെ സ്വീകരിക്കും, ചില ആളുകൾക്ക് ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷന്റെ ദയാവായ്പിൽ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. ദേശീയ പാർട്ടി, സംസ്ഥാന പാർട്ടിയൊക്കെ ഇലക്ഷൻ കമ്മീഷൻ അംഗീകാരം കൊടുക്കുന്നതാണ്. അതിന് നിശ്ചിത വോട്ട് വേണം, നിശ്ചിത സ്ഥാനാർത്ഥികൾ മത്സരിക്കണം, അവർക്ക് ഇത്ര MLA-മാർ വേണം, MP-മാർ വേണം എന്നൊക്കെ കണക്കുകളുണ്ട്. ഇത്ര സ്റ്റേറ്റിൽ വേരോട്ടം ഉണ്ടാവണം എന്ന് ഞാൻ അതിൻ്റെ മാനദണ്ഡങ്ങളും കണക്കുകളും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി 78 വർഷം ഒരേ പേരിൽ, ഒരേ ചിഹ്നത്തിൽ, ഒരേ കൊടിയിൽ ഇന്ത്യയിൽ രാഷ്ട്രീയ പ്രയാണം നടത്തുന്ന ഒരു വലിയ സംഘടനയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. ആ മുസ്ലിം ലീഗിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നിപ്പോൾ ഇവിടെ വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ ഈ വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുന്നത്? 25 വർഷങ്ങൾക്കപ്പുറം ഇവിടെ വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നിരുന്നു. യാതൊരുവിധ ആശങ്കകളും ഉണ്ടായിട്ടില്ല. കാരണം ഇന്ന് SIR നടപ്പിലാക്കുമ്പോൾ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന് വലിയ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗുരു ഗോൾവാൾക്കർ RSSന്റെ ആചാര്യൻ തലശ്ശേരി മുനിസിപ്പൽ മുസ്ലിം ലീഗ് സ്ഥാപക ദിനമായ മാർച്ച് 10 സംഘടിപ്പിച്ച ഇഫ്താർ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തലശ്ശേരി പെപ്പർ പാലസിൽ നടന്ന പരിപാടിയിൽ മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് CKP മമ്മു അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ലത്തീഫ മുഖ്യപ്രഭാഷണം നടത്തി. സൗദി സാമൂഹ്യക്ഷേമ പദ്ധതി അർഹതപ്പെട്ടവർക്കുള്ള വിഹിതത്തിന്റെ വിതരണം ഇസ്മായിൽ P നിർവഹിച്ചു. സൗദി കേന്ദ്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് V മുഹമ്മദ് പദ്ധതി വിശദീകരണം നടത്തി. പ്രവർത്തിച്ചു പോകുന്ന ആളുകൾക്ക് സത്യത്തിൽ തങ്ങൾ പറഞ്ഞു, മരിച്ചാലും അവരെ കൂട്ടിപ്പിടിക്കണം, അവർ കിടപ്പിലായാൽ അവരുടെ കൂടെ അത്താണി ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ചികിത്സാ സഹായം നൽകുന്നു. അതുകൂടാതെ 60 കഴിഞ്ഞ പ്രവാസികൾ തിരിച്ചു വന്ന 60 കഴിഞ്ഞ പ്രവാസികൾക്ക് സർക്കാർ കൊടുക്കുന്നതിനേക്കാളും വളരെ സുതാര്യമായി എല്ലാ മാസവും 1-ാം തീയതി അവരുടെ അക്കൗണ്ടിൽ 2000 രൂപ അയക്കുന്ന ഒരു പെൻഷൻ പദ്ധതി. KMCCയുടെ മെമ്പർഷിപ്പുള്ള ഒരു പ്രവർത്തകനാണെങ്കിൽ അദ്ദേഹം തിരിച്ചു വന്ന് 60 വയസ്സ് കഴിഞ്ഞാൽ മരുന്നിന് പോലും വഴിയില്ലാത്ത ആളുകൾക്ക് എല്ലാ മാസവും 2000 രൂപ വീതം പാണക്കാട് ചെയ്തതിൽ സാദിഖലി ശാസ്ത്രങ്ങളിൽ ഒപ്പിട്ട ചെക്ക് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് പോവുകയാണ്. ഇതിന് വേറെ മാനദണ്ഡമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, സുഖമില്ലാതായാൽ, അദ്ദേഹം ഹോസ്പിറ്റലായാൽ, ക്യാൻസർ ആയാൽ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട അസുഖങ്ങൾക്കൊക്കെ ഹോസ്പിറ്റലിന്റെ ബില്ലിന്റെ തോതനുസരിച്ച് നമ്മൾ കൊടുക്കണം. ഇപ്പോൾ കഴിഞ്ഞ 3-ാം തീയതി പാണക്കാട് വെച്ച് നൽകിയത് 4.5 കോടി രൂപയാണ്. ഒരു സർക്കാർ വിശ്രമം ചെയ്യാത്ത എല്ലാ 3 മാസവും കൂടുമ്പോഴും ഞങ്ങൾ നൽകുന്നു. ആ മാസത്തിൽ 3 മാസത്തിൽ ആരൊക്കെ ഭരിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ 10 ലക്ഷം രൂപയുടെ ചെക്ക് നൽകുന്ന ഒരു സംവിധാനം. ഇത് പ്രിയപ്പെട്ടവരെ, മുസ്ലിം ലീഗിനല്ലാതെ ചെയ്യാൻ സാധിക്കില്ല എന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇവിടെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട്, അവരൊന്നും ചെയ്യാത്ത ഒരു സുതാര്യമായ പദ്ധതി. ചടങ്ങിൽ KC അഹമ്മദ്, അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ, ഷാനിദ് മേക്കുന്ന, N മൂസ, സാഹിർ പാലക്കൽ, CKP റെയ്സ്, AK സക്കരിയ, V ജലീൽ, KC ഷബീർ, തഫ്ലിം മാണിയാട്ട, മഹറൂഫ് ആലഞ്ചേരി, ജംഷീർ മഹമ്മൂദ, അഫ്സൽ VP തുടങ്ങിയവർ സംസാരിച്ചു. മുനിസിപ്പൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി അഹമ്മദ് അൻവർ സ്വാഗതവും മുനവർ അഹമ്മദ് നന്ദിയും പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്നതുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. വർഷങ്ങളുടെ പഠന പാരമ്പര്യം, തികഞ്ഞ അച്ചടക്കം, മികച്ച പഠനം, വിദഗ്ധരായ അധ്യാപകരുടെ സേവനം, ഇതാണ് ഞങ്ങളുടെ മുഖമുദ്ര. ഒന്നാം ക്ലാസ് മുതൽ സ്മാർട്ട് ക്ലാസ് സൗകര്യം, ഡാൻസ്, മ്യൂസിക്കൽ ക്ലാസുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. കോൺടാക്ട് 0490233707 9895485471. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തകൾ തുടരുന്നു. സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ നിന്നും പിൻവാങ്ങുന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ കർഷക തൊഴിലാളി യൂണിയൻ തലശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ
തലശ്ശേരി ടെലിഫോൺ ഭവൻ മുമ്പാകെ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. നിരവധി ആളുകൾ പങ്കെടുത്തു. സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ നിന്നും പിൻവാങ്ങുന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരെയാണ് കർഷക തൊഴിലാളി യൂണിയൻ തലശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടെലിഫോൺ ഭവനു മുന്നിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. ജില്ലാ കമ്മിറ്റി അംഗം ഷാജി കരിപ്പായി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഈ രാജ്യത്ത് കേന്ദ്രം ഭരിക്കുന്ന RSSനാൽ നിയന്ത്രിക്കപ്പെടുന്ന നരേന്ദ്രമോദി സർക്കാർ, BJP സർക്കാർ സേവന മേഖലയിൽ നിന്നും പരിപൂർണമായി പിൻവാങ്ങാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായി ഇന്നലെ വരെ കിട്ടിക്കൊണ്ടിരുന്ന ഈ നാട്ടിലെ ജനങ്ങളുടെ ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കുകയാണ്. ആ ശ്രമത്തിനെതിരായിട്ടാണ് ഈ രാജ്യത്ത് ഇന്നലെ വരെ അവശ ജനവിഭാഗങ്ങൾക്ക്, ദരിദ്ര ജനവിഭാഗങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ ഏകപക്ഷീയമായി ചർച്ച പോലും കൂടാതെ പിൻവലിക്കാനുള്ള തീരുമാനത്തിനെതിരായിട്ടാണ് കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ഒരു സൂചനാ സമരം ഇവിടെ സംഘടിപ്പിക്കുന്നത്. വരും കാലങ്ങളിൽ അതിശക്തമായ പോരാട്ടത്തിലേക്ക് നാം കടക്കേണ്ടി വരും. നമുക്കറിയാം, ഈ രാജ്യത്ത് GST നടപ്പിലാക്കിയപ്പോൾ ഈ രാജ്യത്തെ നികുതി വരുമാനത്തിന്റെ വലിയ ഒരു ശതമാനം കേന്ദ്ര സർക്കാരിന്റെ കൈകളിലേക്കാണ് എത്തുന്നത്. നമുക്കറിയാം, ഫെഡറൽ തത്വങ്ങളെ ലംഘിച്ചുകൊണ്ട് GST വിഹിതം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നതിൽ വലിയ വീഴ്ചയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്ന് നമ്മൾ നേരത്തെ കണ്ടു. നേരത്തെയുള്ളതുപോലെയുള്ള നികുതി വരുമാനം ഇന്ന് ഇന്ത്യ രാജ്യത്തെ സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നില്ല, കേരളം ഉൾപ്പെടെ. ഈ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും നികുതി നേരിട്ട് പിരിച്ചെടുക്കുകയും അതിന്റെ വിഹിതവും നേരത്തെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അനുവദിച്ചിരുന്ന ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ള ഫണ്ട് വലിയ തോതിൽ വെട്ടിക്കുറക്കുകയും ചെയ്യുന്ന അങ്ങേയറ്റം ജനവിരുദ്ധമായ, ജനാധിപത്യ വിരുദ്ധമായ ഒരു തീരുമാനമാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. പാനൂർ ഏരിയ സെക്രട്ടറി KK രാജീവൻ അധ്യക്ഷനായി. തലശ്ശേരി ഏരിയ സെക്രട്ടറി A വാസു സ്വാഗതം പറഞ്ഞു. ജില്ലാ കമ്മിറ്റി അംഗം CK രമേശൻ, VM സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. KSEB വർക്കേഴ്സ് അസോസിയേഷൻ CITU തലശ്ശേരി ഡിവിഷൻ ജനറൽ ബോഡി യോഗം തലശ്ശേരിയിൽ നടന്നു. നിരവധി ആളുകൾ പങ്കെടുത്തു. തലശ്ശേരി CH മന്ദിരത്തിൽ നടന്ന യോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP ദിലീപ് ഉദ്ഘാടനം ചെയ്തു. തകർച്ച നമുക്ക് നേരിടുകയുണ്ടായി. അതിന്റെ പിന്നാമ്പുറത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് എന്താ, ഒരു ഗവൺമെന്റിന് എത്ര വൃത്തിയായി ഭരിക്കാൻ പറ്റുമോ അത്ര വൃത്തിയായിട്ട് ഈ ഗവൺമെന്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സർക്കാർ ജീവനക്കാരെ മാറ്റി നിർത്തണം, അല്ലേ? ഇതുപോലൊരു ബുദ്ധിമുട്ട് സർക്കാർ ജീവനക്കാർക്ക് DA കിട്ടാത്ത ഒരു LDF സർക്കാർ ചരിത്രത്തിൽ ആദ്യമാണ്. അത് നോക്കുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു 5.5 ലക്ഷം ജീവനക്കാർ, ഗവൺമെൻറ് ജീവനക്കാർ നമുക്കുണ്ട്. അവർക്കെല്ലാം കൂടെ ഇനി 20 ലക്ഷം കുടുംബാംഗങ്ങളുണ്ട്. അതിൽ 10 ലക്ഷം പേര് ഇടതുപക്ഷ അനുഭാവികളായിരിക്കാം. അതിൽ ഏത് സാഹചര്യത്തിൽ പാർട്ടിയെ സ്നേഹിക്കുന്ന 5 ലക്ഷം പേരുണ്ടാവാം. ബാക്കി 15 ലക്ഷം പേര് നമുക്ക് എതിരായി വോട്ട് ചെയ്തിരിക്കാം. കാരണം നമുക്ക് കിട്ടേണ്ട കൃത്യമായ സാമ്പത്തികമായി കിട്ടേണ്ട ഗ്രാൻറ്റുകൾ, നമുക്ക് കിട്ടേണ്ട എല്ലാ സാമ്പത്തിക ആനുകൂല്യങ്ങളെയും രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിൽ കൃത്യമായി തടഞ്ഞു വെക്കപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ 5 വർഷം. അതെന്തുകൊണ്ട്? അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ വർഗീയത ഉണ്ടാക്കിക്കൊണ്ട് ഭരിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ് സർക്കാരിനെതിരെ കൃത്യമായ ബദൽ നയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്തിലെ ഏക ഗവൺമെൻറ്റായി LDF ഗവൺമെൻറ് മാറിയപ്പോൾ ആ LDF ഗവൺമെൻറ്റിനെ തകർക്കേണ്ട ഒരു ബാധ്യത അവർക്കുണ്ടായി. ഡിവിഷൻ പ്രസിഡന്റ് P സതീശൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഭാരവാഹികളായ PK സജീവ്, C ഷൈജു, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ PK ഗ്രീനീഷ്, P അനിൽകുമാർ, P വിനീഷ് എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ KK ഡയറി ഫാം മൊകേരി AKG നഗറിൽ പ്രവർത്തനം തുടങ്ങി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T ഷബ്ന ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽപ്പെടുത്തി ആവശ്യമായ സഹായം ലഭ്യമാക്കിയിരുന്നു. കുടുംബശ്രീയുടെ ഒരു CDSൽ ഒരു സംരംഭം എന്ന പദ്ധതിയുടെ ഭാഗമായാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് 2025-2026 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൊകേരി കുടുംബശ്രീയുടെ സഹായത്തോടെ ഫാം ആരംഭിച്ചത്. കൂരാറ AKG വയൻസ് സമീപം കുടുംബശ്രീ പ്രവർത്തകരായ വിൻസി, ബിന്ദു എന്നിവരുടെ സംരംഭമായാണ് KK ഡയറി ഫാം പ്രവർത്തനം ആരംഭിച്ചത്. ഇതിലൂടെ ഒരു ജീവിതോപാധി കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് വിൻസിയും ബിന്ദുവും.
കണ്ണൂർ ജില്ലാ കുടുംബശ്രീ മിഷൻ്റെയും മൊകേരി പഞ്ചായത്ത് CDSൻ്റെയും ഭാഗമായിട്ട് ഞങ്ങൾ 2 സ്ത്രീകൾ ചേർന്ന് കുടുംബശ്രീ അംഗങ്ങൾ ചേർന്ന് ഒരു ഫാം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞങ്ങൾക്കൊരു പുതിയ ജീവിതം തന്നെയാണ്. ഞങ്ങൾക്ക് ഈ പുതിയ തുടക്കം തന്ന കുടുംബശ്രീ മിഷനും മൊകേരി പഞ്ചായത്തിനും ബാക്കി എല്ലാ ഭരണ സംവിധാനങ്ങൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഫാമിന് സമീപം ഒത്തുകൂടിയ പ്രദേശവാസികളെ സാക്ഷിയാക്കി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T. ഷബിന ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യമായിട്ട് ഊന്നൽ നൽകുന്നത് ഉൽപാദന മേഖലകളിലാണ്. ഉൽപാദന മേഖലയെ എത്രമാത്രം ഏതേത് പദ്ധതികളിലൂടെ മെച്ചപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് സാധ്യമാകും എന്ന നിരന്തരമായിട്ടുള്ള ചർച്ചകളുടെയും സംവാദങ്ങളുടെയും പഠനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഉൽപാദന മേഖലകളിൽ വിവിധ തരത്തിലുള്ള മാതൃകാ പദ്ധതികൾ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള വിവിധ ഫാമുകൾ. ആ ഫാമുകളെല്ലാം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് വളരെ മാതൃകാപരമായിട്ട് ആ ഫാമുകളിലെല്ലാം തന്നെ വിവിധ തരത്തിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധ്യമാകും. മൊകേരി പഞ്ചായത്ത് പ്രസിഡന്റ് കനകം കുനിയിൽ അധ്യക്ഷയായി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം CK മുഹമ്മദ് അലി വിശിഷ്ടാതിഥിയായി. കേരളത്തിൽ സ്ത്രീ പദവിയെ കുറിച്ച് കൃത്യമായി പഠിച്ച ഒരു ജില്ലാ പഞ്ചായത്ത് കണ്ണൂർ ജില്ലാ പഞ്ചായത്താണ്. അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന ആലോചനാ യോഗമാണ് ഇന്നലെ നടന്നത്. അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളിൽ സ്ത്രീകളുടെ സംരംഭകത്വത്തിനുള്ള കഴിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് പൊട്ടൻഷ്യൽ അവർക്കുണ്ട്. അവരുടെ കഴിവ് മനസ്സിലാക്കി അവർക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായി നൽകിയാൽ ഒരു സംരംഭക എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു സംരംഭക യൂണിറ്റ് എന്നുള്ള രീതിയിൽ വളരെ വിജയം കൊയ്യാൻ അവർക്ക് കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല. CDS ചെയർപേഴ്സൺ സൗമ്യ സൂരജ് സ്വാഗതം പറഞ്ഞു. കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ വിജിത്ത നിള്ളങ്ങൽ പദ്ധതി വിശദീകരണം നടത്തി. പാഞ്ഞൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK പ്രസന്നി, പഞ്ചായത്ത് അംഗങ്ങളായ C. രവി, KN വിജിന, വെറ്റിനറി ഡോക്ടർ അഖില, ബ്ലോക്ക് കോർഡിനേറ്റർ നിഷിത, യൂണിറ്റ് അംഗം വിൻസി എന്നിവർ സംസാരിച്ചു. സംസ്ഥാന പ്രസിഡന്റ് MP വേലായുധന്റെ നേതൃത്വത്തിൽ പെൻഷൻകാരുടെ അവകാശ നിഷേധത്തിനെതിരെയും LDF സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെയും കാസർഗോഡ് നിന്നാരംഭിച്ച കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഉത്തരമേഖലാ ജീവിത സമരയാത്രയ്ക്ക് തലശ്ശേരിയിൽ സ്വീകരണം നൽകി. നിരവധി ആളുകൾ പങ്കെടുത്തു. സംസ്ഥാന പ്രസിഡന്റ് MP വേലായുധന്റെ നേതൃത്വത്തിൽ പെൻഷൻകാരുടെ അവകാശ നിഷേധത്തിനെതിരെയും LDF സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെയും കാസർഗോഡ് നിന്നാരംഭിച്ച കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഉത്തരമേഖല ജീവിത സമരയാത്രയ്ക്ക് തലശ്ശേരിയിൽ സ്വീകരണം നൽകി. നിയോജകമണ്ഡലം പ്രസിഡന്റ് TK സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന സെക്രട്ടറിമാരായ കോയോടൻ രവീന്ദ്രൻ, PC സുരേന്ദ്രൻ നായർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PK രാജേന്ദ്രൻ, PV ബാലകൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് MP കുഞ്ഞുമൊയ്തീൻ, നിയോജകമണ്ഡലം സെക്രട്ടറി സുനിൽ കരിമ്പിൽ, CP അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സാംസ്കാരിക ജാഥ ഈ ജാഥയിൽ അണിനിരത്തിട്ടോടെ വയസ്സെത്രയാണ് സുഹൃത്തുക്കളെ 80, 70, 65, 85 എന്തിനാണ് ഈ വയ്യാവേലി? ഈ വയ്യാവേലി എന്ന് പറയുന്നത് KSSP തീരുമാനമെടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഈ പരിപാടി കൊണ്ട് ഈ പതാകയുമായി 10 കൊല്ലമായിട്ട് കേരളത്തിലെ പെൻഷൻകാരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ചവിട്ടുപിടിച്ചുകൊണ്ട് ഞങ്ങളുടെയും നിങ്ങളുടെയും കേരളത്തിലെ മുഴുവൻ തൊഴിലാളികളുടെയും കൈകൾക്കും കാലുകൾക്കും പൂച്ചുവിലങ്ങിട്ട ഒരു കുപ്രസിദ്ധനായ മുഖ്യമന്ത്രി ഈ രാജ്യം ഭരിക്കുമ്പോൾ ഇവിടെ ആർക്കും രക്ഷയില്ല. അതുകൊണ്ട് ഈ വിഷമവൃത്തത്തിൽ നിന്ന് ഈ ദശാസന്ധിയിൽ നിന്നും കേരളത്തെ രക്ഷിച്ചെടുക്കാൻ ഞങ്ങൾക്ക് നാളെ ആയുസുണ്ടാവുമെന്നറിയില്ല. മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ ഹാരാർപ്പണം നടത്തി. തലശ്ശേരി നോർത്ത്, തലശ്ശേരി ടൗൺ, തലശ്ശേരി സൗത്ത് വെസ്റ്റേൺ PM KK. ജാഥ ക്യാപ്റ്റൻ MP വേലായുധൻ സ്വീകരണ പരിപാടിയിൽ നന്ദി പറഞ്ഞു.
ഇവിടുത്തെ ജനങ്ങൾ ഈ സർക്കാരിനെ താഴെയിറക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു. അവരുടെ മനസ്സിൽ ഈ സർക്കാർ വേണ്ട, പിണറായി ക്ലിഫ് ഹൗസിൽ ഇറങ്ങണം, പിണറായി സെക്രട്ടേറിയറ്റിൽ ഇറങ്ങണം, സഹമന്ത്രിമാരും ഇറങ്ങണം. അത് തന്നെയാണ് ഇന്നത്തെ പത്രത്തിൽ ഇന്റലിജൻസിന്റെ റിപ്പോർട്ടും. കാരണം 13 മന്ത്രിമാർ തോൽക്കാൻ പരാജയപ്പെടാൻ സാഹചര്യമുണ്ട്. 4 മന്ത്രിമാർ ടൈറ്റ് ഫൈറ്റിങ്ങാ. ഞങ്ങൾ പറയുന്നില്ല, പിണറായിയുടെ പോലീസാണ് പറയുന്നത്. നിങ്ങളും അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങണം. ഈ ജനം തീരുമാനിച്ചു കഴിഞ്ഞു. അഖിലേന്ത്യാ ബാങ്ക് പെൻഷനേഴ്സ് ആൻഡ് റിട്ടയറീസ് കോൺഫെഡറേഷന്റെ ജില്ലാ സമ്മേളനം കണ്ണൂർ റോയൽ ഒമാർസ് ഹാളിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി ബി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ പ്രവർത്തനം അല്ലാതെ തന്നെ റിട്ടയർ ചെയ്ത് വീടുകളിൽ ഒതുങ്ങിക്കൂടുന്ന ആൾക്കാർക്ക് പരസ്പരം കാണാനും ഇടപഴകാനും അവരുടെ ജീവിതത്തിന് കുറച്ചുകൂടെ ഒരു വെളിച്ചവും മൂല്യവും ഒക്കെ ഉണ്ടാക്കാനും കഴിയുന്ന കൂട്ടായ്മകളില്ലെങ്കിൽ ബുദ്ധിമുട്ടായി പോകും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവസരം ഉണ്ടാക്കാൻ നമ്മുടെ ഈ കൂട്ടായ്മകൾക്ക് സാധിക്കണം. ഇവിടെ ഇപ്പം പറയുണ്ടായി, നിങ്ങൾക്ക് RBO എന്ന് പറഞ്ഞിട്ട് റിട്ടയർഡ് ബാങ്ക് ഓഫീസേഴ്സിൻ്റെ ഒരു ഓർഗനൈസേഷൻ്റെ ഒരു കൾച്ചറൽ, അങ്ങനെ ഈ നമ്മുടെ സംഘടനാപരമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടപെടാനൊരു സംഘടന ഉണ്ടെന്ന് പറഞ്ഞു. വളരെ നല്ല കാര്യമാണ്. അത് വളരെ കൂടുതൽ ആൾക്കാരിലേക്ക് അത് വ്യാപിപ്പിക്കാനും ഒക്കെ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ആൾക്കാർ ഇനിയിപ്പോൾ റിട്ടയർമെൻറ്റ് ബാങ്കിലെ റിക്രൂട്ട്മെൻറ്റ് ഒരു കാലഘട്ടം ഏതാണ്ട് 85-ന് ശേഷം 10-15 വർഷം കാര്യമായ റിക്രൂട്ട്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിന് അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പീരീഡിൽ അത്രയും റിട്ടയർമെൻറ്റും കുറയും. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മുടെ എണ്ണം കുറയുന്നതിന് കുറഞ്ഞു പോകണം, നമുക്ക് തടുക്കാൻ മാർഗമില്ല. അപ്പോൾ നമുക്ക് ഉള്ളവർ കൂടുതൽ ഇഫക്റ്റീവായിട്ട് നിൽക്കുക എന്നുള്ളതേ ചെയ്യാൻ പറ്റുള്ളൂ. കെ ചന്ദ്രബാനുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സംസ്ഥാന നേതാക്കളായ കെ പത്മനാഭൻ, കെ ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. VC സുരേഷ് ബാബു സ്വാഗതവും പി സതീശൻ നന്ദിയും പറഞ്ഞു. ജില്ലാ സെക്രട്ടറി PV പവിത്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബാങ്ക് റിട്ടയറീസിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളും സമ്മേളനം വിശദമായി ചർച്ച ചെയ്തു. പുതിയ ജില്ലാ ഭാരവാഹികളായി കെ ചന്ദ്രബാനുവിനെ പ്രസിഡന്റായും, പി അശോകൻ, പി സതീശൻ, കെ സുരേന്ദ്രൻ, PV സുരേന്ദ്രൻ, രവീന്ദ്രനാഥ് എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, EK കൃഷ്ണൻ, VC സുരേഷ് ബാബു, AK പ്രേമചന്ദ്രൻ, JR അനിൽകുമാർ എന്നിവരെ ഓർഗനൈസിംഗ് സെക്രട്ടറിമാരായും, VC വിജയൻ, TR മോഹൻകുമാർ, N ശങ്കരൻ എന്നിവരെ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായും തിരഞ്ഞെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു.
ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. KSRTC ജീവനക്കാരുടെ കലാകായിക വേദിയായ സ്പാർക്ക് നിർമ്മിച്ച വളയം എന്ന ഷോർട്ട് ഫിലിമിന്റെ അണിയറ പ്രവർത്തകരെയും അഭിനേതാക്കളെയും ആദരിച്ചു. കഴിഞ്ഞ ദിവസം എറണാകുളം ഡിപ്പോ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ വളയം ഷോർട്ട് ഫിലിം പ്രദർശനോദ്ഘാടനം നിർവഹിച്ചു. KSRTEA CITU തലശ്ശേരി ഡിപ്പോവിന്റെ നേതൃത്വത്തിലാണ് ആദരവ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ഡിപ്പോ അങ്കണത്തിൽ നടന്ന ചടങ്ങ് ATO S മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. ഈ ഫിലിമിനെ കുറിച്ച് ഇപ്പോൾ സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനും വിശദമായി പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ എനിക്ക് ചില ചെറിയ ചെറിയ അനുഭവങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. അതിനു മുമ്പേ അഭിനയിച്ചിട്ടില്ല. സ്കൂളിൽ പഠിച്ചപ്പോഴൊക്കെ ഈ നാടകങ്ങളിൽ 4ാം ക്ലാസ് 5ാം ക്ലാസ്സിലൊക്കെ അറിയാമല്ലോ, കട്ടൻ പൊങ്ങുന്നതിന് മുമ്പ് നമ്മൾ അഭിനയിച്ചു തുടങ്ങും. TV മാർട്ടിൻ അധ്യക്ഷത വഹിച്ചു. TV മനോജ് കുമാർ, TK റിനീഷ് ബാബു, MV സോജേഷ്, സംവിധായകൻ K സുനോജ്, അഭിനേതാക്കളായ C ശിവപ്രസാദ്, TK സുവിന മധു, കഥാകൃത്ത് സജല, സംഘടനാ സെക്രട്ടറി C ഹരീന്ദ്രൻ, TV മനോജ് കുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. KSRTC ജീവനക്കാരുടെ ആത്മസംഘർഷങ്ങളുടെയും കുടുംബ ബന്ധങ്ങളുടെയും ഇഴകൾ ചേർത്തിട്ടുള്ളതാണ് വളയം ഷോർട്ട് ഫിലിമിന്റെ ഇതിവൃത്തം. സാർ, ഞാൻ രാവിലെ ചക്കപ്പഴം കഴിച്ചിട്ടുണ്ട് സാർ. ചക്കപ്പഴമൊന്നും ഇതിൽ റീഡിങ് കാണിക്കൂല ശേഖര. 0. സന്തോഷേ, ചായ കുടിച്ച സന്തോഷേ? ചായ കുടിച്ചു സാർ. ചായ കുടിച്ചാ? ഏതായാലും പോലീസ് വന്നിട്ടുണ്ട്. സാർ, അതിന് വണ്ടി തട്ടിയിട്ടില്ല സാറേ. ഇല്ല സാർ, വണ്ടിയൊന്നും തട്ടിയിട്ടില്ല സാർ. ഇത് MLA രാജേന്ദ്രന്റെ ആൾക്കാരാണ്. ഓക്കെ മതി, മാറിക്കങ്ങോട്ട്. ഇല്ല സംസാരിക്കണ്ട. വണ്ടി തട്ടിയാൽ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. അറിയില്ല, പെട്ടെന്ന് ഇറങ്ങി. അതൊക്കെ എന്തൊക്കെ വിഷയങ്ങൾ അഭിമുഖീകരിച്ചിട്ടാണ് ഈ മനുഷ്യന് ആ ബസ് അവിടെ എത്തിക്കുന്നത്? അതിനെപ്പറ്റി കൂടെ ചിന്തിക്കണ്ടേ നമ്മൾ? കഴിഞ്ഞ ദിവസം എറണാകുളം ഡിപ്പോ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ വളയം ഷോർട്ട് ഫിലിം പ്രദർശനോദ്ഘാടനം ചെയ്തു. CM DPS പ്രമോദ് ശങ്കർ അധ്യക്ഷത വഹിച്ചു. ഫിലിം ഏറെ ജനശ്രദ്ധ ആകർഷിച്ചിരുന്നു. പ്രമുഖ ചിത്രകാരനായ വിളക്കോട്ടൂരിലെ മുരളി വിളക്കോട്ടൂരിന്റെ സഹായ ധനശേഖരണാർത്ഥം ചിത്രകാരന്മാരുടെ നേതൃത്വത്തിൽ പൊയിലൂരിൽ വരയിലൊരു സാന്ത്വനം ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കിളിക്കൂട് കലാലയം ചിത്രകാര കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് നടത്തിയത്. ചിത്രകലാ ക്യാമ്പ് മടപ്പുര പ്രസിഡന്റ് N രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും താഴെത്തട്ടിലുള്ള ഏറ്റവും പാവപ്പെട്ടവരിൽ വെച്ച് പാവപ്പെട്ട ആളുകൾക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഈശ്വര്യത്തിൽ എത്തിക്കുന്നത് എന്ന വിശ്വാസത്തിൽ ഉള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് ഈ കലാകാരന്മാരായ ശരത്ത് ഇവരൊക്കെ എന്നോട് വന്ന് പറഞ്ഞപ്പോൾ ഈ പ്രസിഡന്റ് എന്ന രീതിയിൽ ഞാനിപ്പോൾ ആദ്യമായി വളരെ സന്തോഷം തോന്നി. കാരണം വെച്ചാൽ ഞാനും ഒരു കലാകാരനാണ്. നാടകത്തിൽ അഭിനയിക്കാറുണ്ടായിരുന്നു, അതുപോലെ ചില ചിത്രം വരയ്ക്കാറുണ്ടെങ്കിൽ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ദൈവികമായ കർമ്മ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കും. എങ്ങനെ ചടങ്ങെന്ന് വെച്ചാൽ ഇതിൻ്റെ പേരിൽ ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സഹായം ചെയ്യാനുള്ള ഒരു സ്ഥിതി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുന്ന കർമ്മം വലിയ കർമ്മം. നിങ്ങളെ കല എന്ന് പറയുന്ന ആ വാസന ഒരു കടലാസിൽ പതിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്നത് ജീവനായി മല്ലിടുന്ന ഒരാൾക്ക് വേണ്ടിയുള്ള ധനസഹായം. മറ്റൊരാളെ കയ്യിൽ പോയിട്ട് റേഷൻ കൈനീട്ടുന്ന സമയത്ത് അവർ ചിലപ്പോൾ തന്നില്ല. പക്ഷേ നിങ്ങളെ കല
ആ കലക്ക് ആരും വിലയിട്ടാളില്ല. അപ്പം നിങ്ങൾ വരയ്ക്കുന്ന ഓരോ ചിത്രത്തിനും ഓരോ ആൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വില നിശ്ചയിക്കും. പക്ഷെ ആ വില പോകുന്നത് നമ്മുടെ സുഹൃത്ത് വിളക്കോട്ടൂരിൻ്റെ നമുക്കെല്ലാം അറിയപ്പെടുന്ന പ്രിയപ്പെട്ട മുരളി വിളക്കോട്ടൂർ. വാർഡ് അംഗം എ കെ ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. മടപ്പുര ജനറൽ സെക്രട്ടറി വി പി സുരേന്ദ്രൻ മാസ്റ്റർ, കെ സി മുകുന്ദൻ, കേദാരം കൃഷ്ണദാസ്, പ്രമോദ് ജെ ഗോവിന്ദ് എന്നിവർ സംസാരിച്ചു. ക്യാമ്പ് കോർഡിനേറ്റർ യു ബാലചന്ദ്രൻ സ്വാഗതവും ചിത്രകാരി ഇ വി റബ്ന നന്ദിയും പറഞ്ഞു. നിരവധി ചിത്രകാരന്മാർ ക്യാമ്പിൽ പങ്കെടുത്തു. ക്യാമ്പ് ഡയറക്ടർ ശരത് മാറോളി ക്യാമ്പിനെക്കുറിച്ച് വിശദീകരിച്ചു. വരയിലൊരു സ്വാതന്ത്ര്യമെന്ന ചിത്രകാരന്മാർ 19ഓളം ചിത്രകാരന്മാർ ചേർന്ന് വരയ്ക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നത്. ചിത്രകാരൻ മുരളി എന്ന ഞങ്ങളുടെ സുഹൃത്ത് രോഗശയ്യയിൽ വർഷങ്ങളായി ചികിത്സയിലാണ്. മുരളിക്ക് വേണ്ടിയിട്ട് ധനസഹായത്തിൻ്റെ ആവശ്യാർത്ഥം 19ഓളം ചിത്രകാരന്മാർ ചേർന്നിട്ട് ഒരു തീരുമാനമെടുക്കുകയും നമ്മൾ വരക്കുന്ന ചിത്രം സമൂഹത്തിലുള്ള ആൾക്കാർക്ക് നൽകിക്കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മുരളിയെ സഹായിക്കുക എന്നത്. അങ്ങനെ ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുയിലൂർ ശ്രീ മുത്തപ്പൻ മടപ്പുര പരിസരത്ത് വെച്ച് ഉത്സവത്തോടനുബന്ധിച്ച് നമ്മൾ ഇവിടെ ഒരു ചിത്രകലാ ക്യാമ്പ് നടത്താൻ തീരുമാനിച്ചത്. ഈ ക്യാമ്പ് മടപ്പുര പ്രസിഡന്റ് എൻ രാഘവേട്ടനാണ് ഉദ്ഘാടനം ചെയ്തത്. അതേപോലെ വിശിഷ്ട അതിഥികളൊക്കെ ഈ ക്യാമ്പിന്റെ ഉദ്ഘാടന സദസ്സിൽ ഉണ്ടായിരുന്നു. അപ്പം 19ഓളം വരച്ച ചിത്രങ്ങൾ ഇവിടെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം 7 മണിയോട് കൂടിയിട്ട് ചിത്രങ്ങൾ പൂർത്തീകരിക്കുന്നതാണ്. SDPI കുന്നോത്ത് ഗുംട്ടി ബ്രാഞ്ചുകളുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സൗഹൃദ സംഗമവും കുടുംബ സംഗമവും നടത്തി. നിരവധി ആളുകൾ പങ്കെടുത്തു. SDPI കുന്നോത്ത് ഗുംട്ടി ബ്രാഞ്ചുകളുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സൗഹൃദ സംഗമവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു. പരിപാടിയിൽ വാർഡ് മെമ്പർ റഹീം മണക്കണ്ടതിൽ അധ്യക്ഷത വഹിച്ചു. ബ്രാഞ്ച് പ്രസിഡന്റ് ഫൈസൽ സ്വാഗതവും ജില്ലാ പ്രസിഡന്റ് ബഷീർ കണ്ണാടിപ്പറമ്പ് മുഖ്യപ്രഭാഷണവും നടത്തി. AC ജലാൽ, ഉച്ചുമൽ ശശി, സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ ഇഫ്താർ സംഗമത്തിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സാമൂഹ്യ പ്രവർത്തകരും നാട്ടുകാരും ഉൾപ്പെടെ പങ്കെടുത്തു. ചിറക്കര കുഴിപ്പങ്ങാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിറ മഹോത്സവം സമാപിച്ചു. മാർച്ച് 9, 10, 11 തീയതികളിലായാണ് മഹോത്സവം നടന്നത്. തലശ്ശേരിക്കടുത്ത് ചിറക്കര കുഴിപ്പങ്ങാട് ശ്രീ ഭഗവതി ക്ഷേത്രം തിറ മഹോത്സവം 3 ദിവസങ്ങളിലായി നടന്നു. വിവിധ തെയ്യങ്ങൾ കെട്ടിയാടി. അപൂർവ ക്ഷേത്രങ്ങളിൽ മാത്രം കെട്ടിയാടുന്ന തെക്കൻ കരിയത്താൻ, ദൈവത്താർ, ഗുളികൻ, മുജത്താൻ ദൈവങ്ങൾ തുടങ്ങിയവയും കെട്ടിയാടി. സാത്താൻ കഴിയും. അതിനുവേണ്ടി എല്ലാവരും സഹകരിക്കണം എന്നറിയിക്കുകയാണ്. മുല്ലമാല ചെയ്തതിനു ശേഷം മാത്രമേ മുല്ലമാല ചാർത്താവൂ എന്ന് ക്ഷേത്ര കമ്മിറ്റിക്ക് വേണ്ടി
ക്ഷേത്രം ഓഫീസിന്റെ മുന്നിൽ റെസീറ്റ് കൊടുക്കാൻ ആവശ്യമായുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് നേർച്ച പോരാട്ടങ്ങളുമുണ്ടായി. വർണ്ണശബളമായ ഘോഷയാത്ര, ദേശവാസികളായ കുട്ടികളുടെ നൃത്തപരിപാടികൾ, ഭഗവതിയുടെ തിരുമുടി, ഗുളികന്തിറ തുടങ്ങിയവയും നടന്നു. ഗാനമേളയും പുതുതായി നിർമ്മിച്ച ക്ഷേത്രമൂട്ടുവരുടെ ഉദ്ഘാടനവും മഹോത്സവത്തിന്റെ ഭാഗമായി നടന്നു. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നെത്തിയ നൂറുകണക്കിന് വിശ്വാസികൾ ചടങ്ങുകളിൽ പങ്കാളികളായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണന് കോൺഗ്രസ് പിന്തുണ നൽകുമെന്നും മാർട്ടിൻ. തലശ്ശേരി കോടതി സമുച്ചയത്തിന് ബോംബ് ഭീഷണി, സന്ദേശമെത്തിയത് ഇമെയിൽ വഴി. സൗത്ത് ഇന്ത്യയിലെ ഓസ്ട്രേലിയൻ കോൺസൽ ജനറൽ സിലായ് സാക്കി സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീറുമായി തലശ്ശേരിയിൽ കൂടിക്കാഴ്ച നടത്തി. സന്ദർശനം വയനാട് ടൗൺഷിപ്പ് സന്ദർശിച്ചിട്ടുള്ള യാത്രയിൽ. പാട്യം ഓട്ടച്ചിമാക്കൂൽ പഴശ്ശി കനാൽ സ്ഥലത്ത് മാലിന്യം തള്ളിയവർക്കെതിരെ കർശന നടപടിയുമായി പാട്യം പഞ്ചായത്തും ആരോഗ്യ വിഭാഗവും വൻ തുക പിഴ ചുമത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.